എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശ്രീകാന്ത് ഭയങ്കര ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, സച്ചേട്ടൻ എന്തായി കാണിക്കുന്നത്, സച്ചേട്ടൻ എന്നാ ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കുമ്പം അത് നീ നിൻ്റെ അമ്മായിപ്പനോട് പോയി ചോദിക്കുക, അയാളെ നീ സപ്പോർട്ട് ചെയ്താൽ മതി, ഏതായാലും അയാളുടെ തല ആ കഴുത്തിന് മേളിലുണ്ടല്ലോ അത് അയാളുടെ ഭാഗ്യമാണെന്ന് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന കസരക്കിട്ട് ഒരു തൊഴിയും കൊടുത്ത് രേവതിയുടെ കൈയും പിടിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പോയി കഴിയുമ്പോഴേക്കും വർഷയുടെ അമ്മ മഹിമ വന്നിട്ട് ചന്ദ്രയോടൊക്കെ ചോദിക്കുന്നുണ്ട്, അവൻ്റെ സ്വഭാവം നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ഒരുത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് ഞങ്ങളുടെ മകളെ പറഞ്ഞു വിടുന്നത് എന്ന് ചോദിക്കും. അന്നേരം രവി പറയുന്നുണ്ട്, ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടിയാണ്. അവൻ്റെ ഭാര്യയെ നിങ്ങൾ ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊണ്ടാണ് അവന് പ്രതികരിക്കേണ്ടി വന്നത്. പിന്നെ വർഷയ്ക്ക് ആ വീട്ടിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവൾ അങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ട് വരാനാ, അവൾ അങ്ങോട്ട് വന്നെന്നോർത്ത് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും. എന്നിട്ട് ശ്രീകാന്തിനോട്, ശ്രീകാന്തെ നീ വർഷയെ കൂട്ടി വീട്ടിലോട്ട് വരാൻ നോക്കുക എന്നിങ്ങനെ പറയുവാണ്. അന്നേരത്തേക്കും മധുസൂദനൻ, മോളെ നിൻ്റെ അച്ഛനെ തല്ലിയവൻ്റെ വീട്ടിലേക്കാണ് നീ പോകുന്നത്, അത് ശരിയാണോ ഇല്ലയോ എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയും. അന്നേക്കും ചന്ദ്രമതിക്ക് ആകെ ടെൻഷനാവുകയും ചന്ദ്രമതി ഓടിപ്പോയി വർഷയുടെ അടുത്ത് നിന്നിട്ട്, മോളെ അവനോട് ഞാൻ സംസാരിച്ചോളാം, അവൻ്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, ഞാൻ അവനെ പറഞ്ഞ് നിർത്തിക്കോളാം, മോള് വീട്ടിലോട്ട് വരാതിരിക്കരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് വർഷ പറയുവാണ്, ഞാൻ വരുന്നില്ല എന്ന്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോകും. ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് എല്ലാവരും. ഈ സമയം ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. ശ്രുതി പറയുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും വർക്കായില്ലെങ്കിലും അതിനേക്കാൾ വലിയ പ്രശ്നമല്ല ഇവിടെ നടന്നത്, ഇനിയിപ്പോൾ എൻ്റെ അച്ഛനെ പറ്റിയൊന്നും ആൻറ്റി ചോദിക്കാൻ പോകുന്നില്ല, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടുന്ന് വിഷമിച്ചെങ്കിൽ പോരും കേട്ടോ. ശ്രീകാന്തിനോട് പോരുന്നതിന് മുമ്പ് രവി പറയുന്നുണ്ട്, നീ വർഷം കൂട്ടി അവളെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വന്നേക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോരുന്നത്. ഏതായാലും അവർ തിരിച്ചു വരുന്ന ചന്ദ്രമതി ആകെ ദേഷ്യത്തിലാട്ടോ. സച്ചി ചെയ്ത ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് ഇങ്ങനെ ദേഷ്യം വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ സുധി, അമ്മേ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടൊന്നും അല്ലല്ലോ വന്നത്, ഞാൻ ഭക്ഷണത്തിന് ഓർഡർ ചെയ്യട്ടെ എന്ന്. അന്നേക്കും ദേഷ്യം വന്നിട്ട്, നീ ഒന്നും മിണ്ടാതിരുന്നോണം, ഭക്ഷണം ഞാനിനി നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ നോക്കും, അതുപോലെ വർഷയുടെ അച്ഛനെ അമ്മ ഞാനിനി എങ്ങനെ ഫേസ് ചെയ്യും, ആ കുടിയനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണ്ട എന്ന് ഞാൻ 100 വട്ടം പറഞ്ഞത്, എന്നിട്ടും അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി മനുഷ്യനെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് രവി കയറി വന്നെ. അന്നേരം രവിയോടും പറയുന്നുണ്ട്, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതാണ് അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണ്ട എന്ന്. അന്നേരം അവൻ വന്നില്ലേ ഞാനും വരുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളും ബലം പിടിച്ചു, അതുകൊണ്ടല്ലേ അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകേണ്ടി വന്നത്, അതിൻ്റെ പേരിൽ ഇപ്പം നാട്ടുകാരുടെ മുമ്പിൽ നോക്കാൻ മേലാത്ത അവസ്ഥ എത്തിയില്ലേ, ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് വെച്ച് ഇങ്ങനെ അങ്ങ് പറയുവാണ്. അന്നേരം അതിൻ്റെ ഇടയ്ക്കൊരു ശ്രുതി പറയുന്നുണ്ട്, ശരിയാ അവൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, അച്ഛൻ അവനെ വിശ്വസിച്ചു, പക്ഷേ അവൻ അങ്ങനെ ഒരാളല്ല എന്ന് അച്ഛനിപ്പം മനസ്സിലായില്ലേ എന്ന് ശ്രുതി ചോദിക്കും. അതുപോലെ ശ്രുതിയും ഏതായാലും സച്ചി കാണിച്ചത് മോശമായെന്ന് ശ്രുതിയും. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്നെങ്കിൽ പിന്നെയും ചന്ദ്രമതിക്ക് ദേഷ്യമാവും. ഇപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെങ്ങനെ അവൾ ഒറ്റ ഒരുത്തിയാണ് അവനെ ഇങ്ങനെ ആക്കുന്നത്, അവൾ ചാവി കൊടുക്കുന്ന അനുസരിച്ചാണ് അവൻ ഓരോന്നും ചെയ്യുന്നത്, ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത് അവളാണല്ലോ, അവൾ തെരുവിൽ പൂ വിൽക്കുന്ന പോലെ തന്നെ ഈ വീടിൻ്റെ മാനവും വിറ്റു എന്നൊക്കെ പറയുന്നെങ്കിൽ ദേഷ്യം എന്നിട്ട് രവി പറയും നിർത്തുക എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നത്തെ സംഭവത്തിൽ എനിക്ക് എൻ്റെ മകനെ തെറ്റു പറയാൻ പറ്റത്തില്ല, അവൻ്റെ ഭാര്യ ആ രീതിയിൽ നാണം കെടുത്തിയതുകൊണ്ടാണ് അവന് പ്രതികരിക്കേണ്ടി വന്നത്, ആണൊരുത്തനാണെങ്കിൽ ഇതുപോലെ തന്നെ പ്രതികരിച്ചിരിക്കും, ഭാര്യയെ സ്നേഹമുള്ളവൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കണം, അല്ലെങ്കിൽ ഞാൻ പ്രതികരിച്ചേനെ, ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ മകൻ്റെ സൈഡിൽ തന്നെയാണ് എന്ന് പറയും. അന്നേക്കും അവിടെ നിന്ന് ശ്രുതി, അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ഉണ്ടായിട്ടും രവിയേട്ടൻ അവനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന്. അന്നേരം രവി പറയും, അവൻ്റെ ഭാര്യയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നീയും കേട്ടതല്ലേ, രേവതി മോൾ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയത്തില്ല അവൾ അങ്ങനെ ചെയ്യുമെന്നൊന്നും എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോവാണേ. അന്നേരം രവിക്കും ദേഷ്യം വരും. രവി പുറകെ എഴുന്നേറ്റില്ല, എന്നിട്ട് നിന്നേ എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, രേവതി മോൾ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഇവിടുന്ന് മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ സ്വർണ്ണം മൊത്തം നിൻ്റെ മുന്നിൽ കൊണ്ട് തിരിച്ചു വെച്ചതാണ് ആ മോള്, അതുപോലെ ഭർത്താവ് ഒരു താലിമാല ഉണ്ടാക്കി തരുന്നത് വരെ മഞ്ഞച്ചരട് മതി എന്ന് പറഞ്ഞ കഴുത്തിൽ മഞ്ഞച്ചരടിൽ താലി കോർത്തുകൊണ്ട് നടന്നതാണ് രേവതി മോള്. അധ്വാനിച്ച് ജീവിക്കുന്ന അവൾ ആരുടെ മോഷ്ടിക്കാനൊന്നും പോകില്ല എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങൾ കൊണ്ടുവന്ന മരുമകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്. അന്നേരം പറയുന്നുണ്ട്, നീ മിണ്ടരുത്, ആവശ്യമില്ലാതെ രേവതിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവൻ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയുക. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, ഇതൊക്കെ സംഭവിച്ചു നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പം എൻ്റെ മോനും വർഷം ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവൻ ഇനി കൈവിട്ടു പോയി, ഇനി നമ്മൾ പറയുന്ന ഒന്നും അവൻ കേൾക്കില്ല എന്നൊക്കെ പറയുമ്പം അവൻ എൻ്റെ മകനാണെങ്കിൽ അവൻ തിരിച്ചു വരും, ഞാൻ അവനെ വിളിക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അകത്തോട്ട് പോയിട്ട് വിളിക്കുവാണ്, രവി വിളിക്കുവാണ് ശ്രീകാന്തിനെ. എന്നിട്ട് ശ്രീകാന്തിന് ആകെ വിഷമമാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്താ അച്ഛാ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത്, ഞാനൊന്നും ചെയ്തില്ലെങ്കിലും ചുറ്റുമുള്ളവർ ചെയ്തു വെച്ചോളൂ, അതിൻ്റെ പേരിൽ അനുഭവിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറയുമ്പം രവി പറയുന്നുണ്ട്, ഇന്നത്തെ കാര്യത്തിൽ സച്ചിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, നിൻ്റെ അമ്മായിപ്പൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ, അയാൾ ആവശ്യമില്ലാതെ രേവതിയെ പറ്റി പറഞ്ഞുകൊണ്ടല്ലേ സച്ചിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്ന് ചോദിക്കും. അന്നേരം
അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും അങ്കിളിനെ തല്ലാൻ പാടില്ലായിരുന്നു സച്ചേട്ടൻ, അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഇത്രയും ആയത് എന്ന് ചോദിക്കും. അന്നേരം നീ എവിടെയാണ് ഇങ്ങോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വർഷയുടെ അടുത്തുണ്ട്, വർഷയോട് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, എടാ കാര്യങ്ങളൊക്കെ ശരിയാവും, നീ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ, വീട്ടിലോട്ട് വരാൻ തോന്നണ്ടേ അച്ഛാ, എനിക്ക് തോന്നുന്നില്ല, ഏതായാലും എനിക്കിപ്പോൾ ആകെ ബുദ്ധിമുട്ടില്ല, ഞാൻ എൻ്റെ മനസ്സൊന്ന് ശരിയാകട്ടെ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഫോൺ വയ്ക്കും. അന്നേരം രവിക്ക് ആകെ വിഷമമാകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രവി ഇറങ്ങി വരുമ്പോഴേക്കും ഓടി വന്ന് ചോദിക്കുവാണ്, ചന്ദ്ര അവനെ വിളിച്ചോ, അവൻ വരാമെന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവൻ വരും, നീ വിഷമിക്കണ്ട, നീ പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് രവി അങ്ങോട്ട് പോവുക. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, അവൻ വരില്ല, അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടില്ലേ, എന്നെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്നോർത്ത് എന്നെ സമാധാനിപ്പിച്ചത്, അവൻ വരില്ല, എൻ്റെ മോൻ വരില്ല എന്ന് പറഞ്ഞാൽ ആകെ സങ്കടപ്പെടുക ചന്ദ്ര. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയാണ്. സച്ചിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. സച്ചി നേരെ വണ്ടി കൊണ്ടുപോയി റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുക രേവതിയെ. രേവതി പറയും, എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള മൂടൊന്നുമില്ല, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയും. നേരെ സച്ചി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയും, നീ പോയി, എനിക്ക് ഭക്ഷണം കഴിക്കണം, അവിടെ നിന്നൊന്നും കഴിച്ചതല്ല എന്ന് പറയുമ്പം, ഭക്ഷണം കഴിച്ചാൽ ദഹിക്കണ്ടേ, എനിക്കൊണ്ട് അതിന് പറ്റുകയില്ല, അതുപോലെ വിഷമത്തിൽ നിൽക്കുമല്ലേ നമ്മൾ എന്നൊക്കെ ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട്, നമ്മൾ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുകയില്ല, ഈ പ്രശ്നത്തിൻ്റെ പേരിൽ അമ്മ അവിടെ കിടന്ന് ഓറഞ്ഞതുള്ളൂ, അപ്പോൾ അവരോട് എന്തെങ്കിലും പറയണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണ്ടേ, അതിന് ഭക്ഷണം കഴിക്കണം, ആരോഗ്യം ഉണ്ടെങ്കിലേ മനസ്സ് ശരിയാകുള്ളൂ എന്ന് പറയുമ്പം, ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, മനസ്സമാധാനം വേണമെന്ന് പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, ഏതായാലും അങ്ങോട്ട് അച്ചമ്മ വരാതിരുന്ന നന്നായി, അല്ലെങ്കിൽ അച്ചമ്മയ്ക്ക് ആകെ വിഷമമായേനെ എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, അച്ചമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തല്ലുന്നതിന് മുമ്പ് അച്ചമ്മ അയാളെ തല്ലിയാനെ, അയാളുടെ സ്വഭാവത്തിന് ഇത് പോരായിരുന്നു കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം വിഷമത്തോടെ രേവതി പറയുന്നുണ്ട്, ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല, ഇനിയിപ്പോൾ വർഷയും ശ്രീകാന്തും വീട്ടിലോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി, അവർ വന്നാലും വന്നില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറയും. അന്നേരം പറയും രേവതി, ഞാൻ വരുന്നില്ല, എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ, വരുന്നില്ലെങ്കിൽ വേണ്ട, നിന്നെ തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ബാറിൽ പോയി ആവശ്യത്തിന് മദ്യപിച്ചോളാം, ഇന്നൊരു 2 കുപ്പി അകത്ത് ചെന്നാലും ഞാൻ ബൂസാകില്ല, അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്കെന്ന് പറയും. എന്നിട്ട് പോകാൻ തുടങ്ങുന്നതേക്കും രേവതി, അയ്യോ വേണ്ട, ഞാൻ ഭക്ഷണം കഴിക്കാൻ വരാമെന്ന് പറയും. എന്നാൽ മര്യാദയ്ക്ക് പോവാ എന്ന് പറഞ്ഞാൽ രണ്ടുപേരോട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാട്ടോ. പിന്നീട് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും മഹിമ മധുസൂദനെയും കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്, കാരണം 2 തല്ല് കിട്ടിയാലും വർഷ വീട്ടിലോട്ട് വന്നല്ലോ എന്ന സന്തോഷത്തിലിരിക്കുന്ന അവരെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.